ഹലോ ഗായ്സ്, ഇത് നമ്മുടെ 1 CR ചാലഞ്ചിൻ്റെ ഫോർത്ത് ഡേ ആയിരുന്നു. ഫോർത്ത് ഡേ നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് -2ലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തായിരുന്നു. നല്ലൊരു ട്രേഡ് ആയിരുന്നു. നമ്മൾ സെൻസെക്സിലാണ് ട്രേഡ് എടുത്ത്. ഈ ഒരു പോയിന്റ് ഇതാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പുട്ട് ഓപ്ഷൻ, ഒരു സ്റ്റോപ്പ് ലോസ് ഏറെക്കുറെ ഒരു പോയിന്റിൽ എക്സിറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്തൊരു പൊസിഷൻ ആയിരുന്നു. വ്യൂ ഒക്കെ ശരിയായിരുന്നു. സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി മേലോട്ട് വേണമായിരുന്നു തോന്നി. കാര്യമില്ല. പക്ഷേ നമ്മുടെ 1 CR ചാലഞ്ചിൽ കൃത്യമായിട്ട് ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ എക്സിറ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് അത് നമുക്ക് നോക്കാനായിട്ടില്ല. ഏറെക്കുറെ നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്ത് അതിന് ശേഷം അത് വീണ്ടും നന്നായിട്ട് തന്നെ വന്നു. നമ്മൾ എൻട്രി എടുത്ത് ഏറെക്കുറെ 11:25 എക്സിറ്റ്. ഏറെക്കുറെ 20 മിനിറ്റ്സ് ആയിരുന്നു എക്സിറ്റ് ആയി. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ്. സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. 2 ലോട്ട്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ 5K അത് മതിയായിരുന്നു തോന്നി. ജസ്റ്റ് 75 പോയിൻറ്റ്സ് ആയിരുന്നു ടാർഗറ്റ്. ഹിറ്റായില്ല. ഒരു നിയറസ്റ്റ് 25 പോയിൻറ്റ്സൊക്കെ മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോരായിരുന്നു. എന്തായാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും രണ്ടാമത്തെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തൊക്കെയായിരുന്നു. ഈ ഒരു വീക്കും ആ ഒരു ട്രേഡ് സ്റ്റേജ് നമ്മൾ -2ലേക്ക് വന്നിരിക്കുകയാണ്. കാര്യമില്ല. നമ്മൾ എന്തായാലും കുതിച്ച് പോകുക തന്നെ ചെയ്യും ഫ്രണ്ടിലോട്ട്. ജസ്റ്റ് ആദ്യം നമുക്കൊരു 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് വെക്കുന്നത് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുതിച്ചു പോകാം. നമുക്ക് പുലികൾ എങ്ങനെയാണോ പതിയുന്നത് കുതിച്ച് പോകാനാണെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് നമ്മുടെ കാര്യം. അതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺ പറഞ്ഞില്ല. ജസ്റ്റ് എൻട്രി എടുക്കുന്ന റീസൺ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട്സിന് വീണ്ടും റീട്രേസ്മെൻറ്റ് എടുത്ത് വീണ്ടും താഴോട്ട് വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടാണ് എൻട്രി എടുത്ത്. ജസ്റ്റ് ഫ്യൂച്ചറും കൂടി നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ എനിക്ക് പുറത്താണ് എൻട്രി എടുത്തത്. പക്ഷേ അത് വീണ്ടും അത്യാവശ്യം നന്നായിട്ട് മേലോട്ട് പോയി. ഫ്യൂച്ചറും കൂടി നമ്മൾ നോക്കാറുണ്ട് എൻട്രി എടുക്കാൻ. ജസ്റ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട്സ് ആയിരുന്നു. ഈ റേഞ്ചിൽ ഞാൻ വീണ്ടും റീട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. അത്യാവശ്യം നല്ലൊരു പോയിന്റ് ആയിരുന്നു. അവിടെ നിന്നാണെങ്കിൽ ഒരു എൻട്രി എടുത്തില്ല. മെയിൻ വിട്ടുപോയി. എന്തായാലും കുഴപ്പമില്ലാത്തൊരു പൊസിഷൻ ആയിരുന്നു. അതിനുശേഷം എൻ്റെ നോർമലി അക്കൗണ്ടിൽ ഞാൻ വീണ്ടും ട്രേഡ് എടുത്തു. 2 ട്രേഡ് എടുത്തു. ഓവറോൾ ചെറിയ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത് ലാസ്റ്റ്. എന്തായാലും ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ചെറിയ പ്രോഫിറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും കാര്യമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് ലോസാണ്. മൈനസിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റേജ് മൈനസിലേക്ക് ഏറെക്കുറെ 2K ലോസിലേക്കാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. നമുക്കിനി നമ്മൾ ട്രേഡ് എടുക്കും. ഉറപ്പായിട്ടും നെക്സ്റ്റ് വീക്ക് കുതിച്ച് പോകുക തന്നെ ചെയ്യും. ജസ്റ്റ് ബാക്കിലേക്ക് 2 സ്റ്റെപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 4 സ്റ്റെപ്പ് നമ്മൾ അടുത്ത വീക്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ടിലേക്ക് വെക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കണം. മാർക്കറ്റാണ് നമ്മുടെ കയ്യിലല്ല. പറയുമ്പോൾ കട്ടയ്ക്ക് പറയാമെന്നുള്ള കോൺഫിഡൻസും എല്ലാം കാണിക്കുകയും ചെയ്യാം. പക്ഷേ മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലല്ല നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും. നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് വലുതായിട്ട് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് എന്തായാലും ഫ്രണ്ടിലേക്ക് തന്നെ പോകാനായിട്ട് ചാൻസ് ഉള്ളൂ. പോവുകയും ചെയ്യും, ഉറപ്പാണ്. നമുക്കതായത് നോക്കാം. എന്തായാലും ഷുവറായിട്ട് എന്തായാലും 100% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പോകും. എന്തായാലും നെക്സ്റ്റ് വീക്ക് എന്തായാലും നമ്മളൊരു പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഈ 1 CR അക്കൗണ്ട് ഉറപ്പായിട്ട് പോസിറ്റീവിലാകാനുള്ള ചാൻസ് നന്നായിട്ട് തന്നെ ഉണ്ട്. ആക്കിയിരിക്കും. ആവാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചാൽ 4 സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കണം. അങ്ങനെയാണ്. 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചാൽ 4 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ച് നമുക്ക് മുന്നേറിക്കൊണ്ടേയിരിക്കാം. ഉറപ്പായിട്ടും നമ്മൾ എന്നിട്ട് 1 CR ടാർഗറ്റ് ഉറപ്പായിട്ട് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഓക്കെ. നമ്മൾ ഈ ഒരു വീക്ക് എന്തായാലും ലോസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റേജ് 2ലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റേജ് -2ലേക്ക് സോറി. ഇനി നമ്മൾ എന്തായാലും അടുത്ത വീക്ക് ഇതിനേക്ക് ഒന്ന് പ്ലസിലേക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും ഓക്കെ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു പൊളി വിളിക്കാം. ഓക്കെ, സി യു.